നമ്മൾ പൊതുവെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയാറുള്ളത് അവർക്ക് ലോകപരിചയമില്ല, വിദ്യാഭ്യാസമില്ല, അതിൻ്റെയൊക്കെ ഒരു കുഴപ്പമാണെന്ന്. പക്ഷേ ലക്ഷ്മി UK LGBTQ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് നിയമപരമായ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് വരെ പഠിച്ച ലോകം കണ്ടിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി. ജീവിതാനുഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ വളരെ യങ് ആയിട്ടുള്ള ഒരു ഏജിൽ അവർക്ക് അച്ഛൻ്റെ ഒക്കെ സപ്പോർട്ട് ഏറ്റവും അധികം കിട്ടേണ്ട ഒരു പ്രായത്തിൽ അദ്ദേഹത്തിന് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അച്ഛനും അമ്മയും രണ്ടു വഴിക്കാവുകയും പെൺമക്കൾ എന്ന നിലയ്ക്ക് അമ്മയ്ക്കൊപ്പം താമസിച്ചു എന്നുള്ള പേരിലുള്ള ദേഷ്യം അടക്കം മക്കളെ ഡിസോൺ ചെയ്തിട്ടുള്ള ഒരാളുടെ മകളായിട്ട്, അപ്പൊ അത്രയും ജീവിതാനുഭവങ്ങളുള്ള, ലോകം കണ്ടിട്ടുള്ള, വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആളായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഒരാള് സാമൂഹ്യ ദ്രോഹിയായി മാറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അയാളുടെ ചിന്താഗതി മാത്രമേ അവിടെ വിഷയമുള്ളൂ. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ, ജോലി ചെയ്ത് ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന ആ സെന്റൻസിൽ ലക്ഷ്മി ഇവിടുത്തെ നിയമ സംവിധാനത്തിനാണ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 21 ഏതൊരു ഇന്ത്യൻ പൗരനും ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുന്നുണ്ട്. സുപ്രീം കോടതി അഫേം ചെയ്യുന്നത് ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യാനും ഒരുമിച്ച് താമസിക്കാനും അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ ഒരു തടസ്സമല്ല എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും ജീവിക്കാൻ പറ്റാത്ത ആ സമൂഹം അത് ഏതാണ്? നിയമാനുസൃതമായി ജീവിക്കാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തി ഒരുമിച്ച് ജീവിക്കുന്ന അവർക്ക് ഇറങ്ങി ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമൂഹം നിയമത്തിന് മുകളിലാണോ? അപ്പൊ നമ്മൾ നിയമത്തിനാണോ അതോ സമൂഹത്തിനാണോ പേടിക്കേണ്ടത്? ഈ ഒരു പ്രസ്താവനയിലൂടെ ലക്ഷ്മി നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ മനുഷ്യന്മാരാടോ? മനുഷ്യപ്പറ്റ് കാണിക്കേണ്ടത് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാണ്, അവരെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, അംഗീകരിച്ചുകൊണ്ടാണ്. നിപ്പും നടപ്പും ഭാവവും ജെൻഡറും സെക്ഷുവാലിറ്റി ഒക്കെ നോക്കിയിട്ട് ഒരാളെ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്ത ആളായി പ്രഖ്യാപിക്കുന്നത് അത് വലിയ കേമത്വമൊന്നുമല്ല, അതൊരു സാമൂഹ്യ ദ്രോഹമാണ്. ലക്ഷ്മിയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ലക്ഷ്മി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൂ കെയർസ് എന്നുള്ളത്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യത്വ വിരുദ്ധ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകുമ്പോൾ ബിഗ് ബോസ് അത് കെയർ ചെയ്യുന്നുണ്ടാവില്ല. എപ്രാവശ്യത്തെയും പോലെ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്നു, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ് എന്ന് പറയുന്നു, അവർ വീണ്ടും ഇവിടെ തുടരുന്നു. പക്ഷേ വി ഡു കെയർ. ആദിലയെ പോലെ, നൂറയെ പോലെ ജീവിക്കാൻ വേണ്ടി, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം വി ഡു കെയർ. ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആദിലയും നൂറയും കാണുകയാണെങ്കിൽ അവരോട് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിയർ ആദില ആൻഡ് നൂറ, നിങ്ങളുടെ യാത്ര സ്നേഹത്തിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ളൊരു യാത്രയല്ല, അത് മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു. വീട്ടുകാരും സമൂഹവും ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, തടയാൻ ശ്രമിച്ചപ്പോഴും ജീവിക്കാനുള്ള അവകാശം, സ്നേഹിക്കാനുള്ള അവകാശം നിയമം വഴി പോരാടി നേടിയ ആളുകളാണ് നിങ്ങൾ. സമൂഹം എന്ന് പറയുന്നത് നിങ്ങളും ഞങ്ങളും കൂടി ഉൾപ്പെടുന്ന നമ്മുടേതാണ്. നിങ്ങളുടെ ഈ കരുത്ത് അതൊരു വലിയ വഴികാട്ടിയായി മാറും. ഇപ്പോഴും ഭയത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക്, സ്വന്തം കുടുംബാംഗങ്ങൾക്ക് പോലും ശത്രുക്കളായി മാറിയവർക്ക്, സ്വന്തം ഇഷ്ടങ്ങളെ, സ്വന്തം സ്വത്വത്തെ പോലും മറച്ചു വെച്ചുകൊണ്ട് കരഞ്ഞുറങ്ങുന്ന ആളുകൾക്ക് ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ സ്വന്തമാക്കിയ ഈ ജീവിതം മറ്റു പല ആളുകൾക്കും പ്രകാശമായി മാറും. ഓൾ ദി ബെസ്റ്റ്.